ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടിനോ ടോക്കീസ്. ടിനോ ടോക്കീസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ടിനോ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്, അതായത് ഒരു പ്രവാസി, അതിൽ വിദേശത്തൊക്കെ ജോലി അന്വേഷിച്ച് പോകുന്നവർക്കൊക്കെ ജോലി കിട്ടിക്കഴിഞ്ഞാലോ ജോലി അന്വേഷിച്ച് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കുറച്ചൊരു മെയിനായിട്ട് വരുന്നൊരു എക്സ്പെൻസീവാണ്. ഫോട്ടോ കോപ്പി എടുക്കുക, ഫോട്ടോഷോപ്പൊക്കെ എടുക്കുന്നത് ഇച്ചിരി എക്സ്പെൻസീവാണ് നമ്മുടെ രാജ്യത്തെ അപേക്ഷിച്ച് മറ്റുള്ള രാജ്യങ്ങളിൽ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെയൊക്കെ എക്സ്പെൻസ് എങ്ങനെ കുറയ്ക്കാം എന്നതിൻ്റെ ഒരു ചെറിയൊരു ടിപ്പാണ് ഞാൻ പോകുന്നത്. വേറൊന്നുമല്ല, നമുക്ക് പലപ്പോഴും പല ജോബ് ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ പലയിടത്തും സൈൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. പല കമ്പനികളും മെയിൽ ചെയ്ത് തരും, പല PDF നമുക്ക് മെയിൽ ചെയ്ത് തരും. നമ്മളത് സൈൻ ചെയ്ത് പല കമ്പനികൾക്കും തിരിച്ച് മെയിൽ ചെയ്ത് കൊടുക്കേണ്ട അവസരം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പോയി അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൈൻ ചെയ്ത ശേഷം വീണ്ടും സ്കാൻ ചെയ്ത് വീണ്ടും അത് PDF കൺവേർട്ട് ചെയ്ത് നമ്മൾ കമ്പനികൾക്ക് മെയിൽ ചെയ്ത് കൊടുക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ സമയനഷ്ടവും വരും, നമുക്ക് ക്യാഷിൻ്റെ നഷ്ടമൊക്കെ വരും. ഈ പ്രശ്നം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സ്വന്തമായിട്ട് അവോയ്ഡ് ചെയ്തെടുക്കാവുന്നത്. അതിന് വേറെ ഒന്നും വേണ്ട, നമുക്ക് നമ്മുടെ ഒരു സാധാ ഒരു വെള്ള പേപ്പർ നമ്മളെ സൈൻ ചെയ്യുക, എന്നിട്ട് ഒരു ഡിജിറ്റൽ സൈൻ നമ്മൾ ആക്കിയെടുക്കുക. ആ സൈൻ ചെയ്ത സൈൻ നമ്മൾ ഡിജിറ്റലാക്കി കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് വെക്കുക, നമ്മുടെ സിസ്റ്റത്തിലോ മൊബൈലോ പേസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അവർ അയച്ചു തരുന്ന PDF അതൊന്ന് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ഇത് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ എനേബിൾ. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഇതുപോലത്തെ പുതിയ അപ്ഡേഷൻ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഇത് ആരും മിസ്യൂസ് ചെയ്യരുത്. ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് ആരും മിസ്യൂസ് ചെയ്യരുത്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അത് നിങ്ങൾ ഇതുപോലൊരു വെള്ള പേപ്പർ എടുക്കുക. ആ വെള്ള പേപ്പർ നിങ്ങളുടെ സൈൻ എടുക്കുക. അതുകൊണ്ട് ഞാനിവിടെ കാണാൻ കഴിയുന്നതെന്ന് കരുതുന്നു. ചുമ്മാ വെള്ള പേപ്പറിൽ ഞാൻ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് സാധാ മൊബൈലിൽ നമുക്ക് ഒരു ഫോട്ടോ ആയിട്ട് എടുത്തിട്ട് അത് ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്ത് അത് നമുക്കൊരു ഡിജിറ്റൽ സിഗ്നേച്ചർ ഫോർമാറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് അത് ജസ്റ്റ് ഒന്നുകൊണ്ട് എവിടെയാണ് നമുക്ക് സൈൻ ചെയ്യേണ്ടത് വെച്ചാൽ അവിടെ കൊണ്ട് കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം. അതായത് നമുക്ക് ഇനി പോയി ഫോട്ടോ സ്റ്റാർട്ട് എടുക്കുകയോ അതിൻ്റെ സൈൻ ചെയ്ത ശേഷം വീണ്ടും സ്കാൻ ചെയ്ത് വീണ്ടും PDF ആയിട്ട് കൺവേർട്ട് ചെയ്ത് അയക്കേണ്ട യാതൊരു ആവശ്യമില്ല. അത് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഇത് സിഗ്നേച്ചർ അറ്റാച്ച് ചെയ്ത് നമുക്ക് മെയിൽ ചെയ്യാം. അങ്ങനെ നമുക്ക് പണനഷ്ടവും ലാഭനഷ്ടമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചെയ്യുന്നത് നമുക്ക് പോയി നോക്കിയിട്ടില്ല. സ്ക്രീൻ കാണുന്നത് ഞാൻ മൊബൈലിലെടുത്ത ഫോട്ടോ എടുത്തതാണ് കുറച്ച് മുമ്പ് കാണിച്ച പേപ്പറിൻ്റെ. അപ്പോൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കുക, എന്നിട്ട് ഓപ്പൺ എന്ന് പറഞ്ഞ് വയ്ക്കുക, കൺട്രോൾ ഷോർട്ട് കീ. എന്നിട്ട് നമ്മളിപ്പം ഫോട്ടോ എടുത്ത് വെച്ചില്ലേ, ആ ഫോട്ടോ ഓപ്പൺ ആക്കുകയാണ് ചെയ്യുന്നത്. സൈൻ ചെയ്തിട്ട് പേപ്പറിൽ സൈൻ ചെയ്തതിൻ്റെ അതാണ് ഈ വന്നത്. ഇനി നമുക്ക് വേണ്ടത് വെച്ചാൽ ഇതൊന്ന് ക്രോപ്പ് ചെയ്തെടുക്കണം. ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് നമുക്ക് നമ്മുടെ സൈൻ മാത്രമായിട്ടൊന്ന് സിഗ്നേച്ചർ മാത്രമായിട്ടൊന്ന് ക്രോപ്പ് ചെയ്തെടുക്കണം. ഞാൻ അപ്പോൾ അങ്ങനെ സൈസ് ചെയ്ത് ക്രോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ക്രോപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ചാലും മതി. ഞാൻ ഇവിടെ ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി റൈറ്റ് ക്ലിക്ക് അടിച്ച് ക്രോപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി നമുക്കൊന്ന് സൂം ചെയ്യാം. അതിന് കൺട്രോൾ പ്ലസ് അടിച്ച് ഇങ്ങനെ സൂം ചെയ്ത് ഇനി ഏറ്റവും മുകളിൽ ഫയൽ, എഡിറ്റ്, ഇമേജ് എന്നൊക്കെ പറഞ്ഞ് ലെയർ എന്ന് പറഞ്ഞ കുറേ ഓപ്ഷൻ ഉണ്ട്. ടൈപ്പ്, സെലക്ട് എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് സെലക്റ്റാണ് വേണ്ടത്. സെലക്ട് ഞെക്കുക. സെലക്റ്റിൽ കുറേ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് വേണ്ട ഓപ്ഷൻ എന്താ, കളർ റേഞ്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് താഴെ കാണാൻ സാധിക്കും. അതിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരുന്നത്. അതിൽ സെലക്റ്റിൽ കുറേ കളർ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഷാഡോ ആണ് വേണ്ടത്. ഞാൻ ഓൾറെഡി ഷാഡോ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷാഡോ സെലക്ട് ചെയ്തു. അങ്ങനെ ഏറ്റവും താഴെ വരുമ്പോൾ സെലക്ഷൻ പ്രിവ്യൂ എന്ന് പറയുന്നുണ്ട്. അതിൽ നമുക്ക് വേണ്ടത് ഫസ്റ്റ് കിടക്കുന്ന ഓപ്ഷനാണ് ഗ്രേ സ്കെയിൽ എന്ന് പറയുന്ന ഓപ്ഷൻ. അതാണ്. അത് ഞാൻ ഓക്കെ കൊടുക്കുക, അപ്ലൈ കൊടുക്കുക. നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ സിഗ്നേച്ചർ ഇങ്ങനെ സെലക്റ്റായി കിടക്കുന്നത് കാണാൻ സാധിക്കും. നമുക്ക് ഏറ്റവും താഴെ ലെയറൊക്കെ ഉള്ളതിൻ്റെ ഏറ്റവും താഴെ മെനു ഉണ്ടോ അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് ക്രിയേറ്റ് ന്യൂ ഫിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ സോൾഡ് കളർ എന്ന് പറഞ്ഞാൽ അതേ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. എന്നാൽ കുറേ കളർ ഇവിടെ വരും. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം നമ്മുടെ സിഗ്നേച്ചറിൻ്റെ സൈൻ. റെഡ് വേണമെങ്കിൽ റെഡ്, ഗ്രീൻ വേണമെങ്കിൽ ഗ്രീന്, ബ്ലൂ എന്നെ ഇഷ്ടംപോലെ കളർ ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ ഇങ്ങനെ മാറ്റി സെലക്ട് ചെയ്ത് പോകാം. ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ശരിക്കും ബ്ലാക്ക് കളറാണ്. അതുകൊണ്ട് ഞാൻ ബ്ലാക്കാണ് സെലക്ട് ചെയ്യുന്നത്. സാധനം കോമൺ ആയിട്ട് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ആണ് ഉപയോഗിക്കാറ്. അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് സെലക്ട് ചെയ്തു. ഇപ്പോൾ സിഗ്നേച്ചർ റിട്ടേൺ. ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ ലെയറില്ലേ, ആ ലെയർ നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്യണം. ആ ലെയർ അപ്പോൾ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏറ്റവും താഴെ ഡിലീറ്റിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡിലീറ്റ് കൊടുക്കുക, എസ് കൊടുക്കുക, ഷുവറാണോ. അപ്പോൾ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഇത് കൂട്ടിൽ നമ്മുടെ സിഗ്നേച്ചർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്യുകയാണ് വേണ്ടത്. നമ്മൾ പോയി ഫയലിൽ പോവുക, സേവ് ആസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സേവ് ആസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫയൽ നെയിം ഏതാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സൈൻ 1 എന്ന് പറഞ്ഞാണ് എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സൈൻ 1 എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് വേണ്ട ഫയലിൻ്റെ ഫോർമാറ്റ് നമുക്കൊന്ന് മാറ്റണം. ഇവിടെ കിടക്കുന്ന PDF ഫയലാണ്. നമുക്കത് JPGയിലേക്ക് പോകണ്ട, നമുക്ക് PNGയിലേക്ക് വന്നാലും മാത്രം നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് വരുള്ളൂ. JPGയിലേക്ക് പോയാൽ അവിടെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വരും. അവിടെ നമുക്ക് PNG സെലക്ട് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് സേവ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. സേവ് അത് ഞാൻ ഓക്കെ കൊടുക്കുക. PNG ഓപ്ഷൻ സേവ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫയൽ ഒരു PNG ഇമേജായിട്ട് നമ്മുടെ സിഗ്നേച്ചർ സേവ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ ഒരു PDF അറ്റാച്ച് ചെയ്ത് നോക്കാം. ഞാൻ ഒരു PDF എടുത്തിട്ടുണ്ട്. ഈ PDF സിഗ്നേച്ചർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെയാണ് ഞാൻ കൊണ്ടുപോയി ഇവിടെ ഈ നമ്മുടെ പുതിയ സിഗ്നേച്ചർ നമ്മൾ എഡിറ്റ് ചെയ്തുണ്ടാക്കിയ സിഗ്നേച്ചർ കൊണ്ട് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് ഇവിടെ സിഗ്നേച്ചർ എംപ്ലോയി സിഗ്നേച്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ. അപ്പോൾ നമ്മൾ നേരെ ഫയലിൽ പോവുക, ഓപ്പൺ പോവുക, Ctrl+O കൊടുത്താലും മതി. എന്നിട്ട് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ഡിജിറ്റൽ സൈൻ ടിനോ എന്ന് പറഞ്ഞ ഫോൾഡറിലാണ്. അപ്പോൾ അതിൽ സൈൻ 1 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സൈൻ ചെയ്ത ക്രിയേറ്റ് ചെയ്ത സിഗ്നേച്ചർ ഇരിക്കുന്നത് അത് ക്ലിക്ക് ചെയ്യുക. ലോഡ് ആകുന്നുണ്ട്. അത് ലോഡ് ആകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സൈൻ വരുന്നതാണായിരിക്കും. ഇനി വേറെ ഒന്നുമില്ല. ഇത് അങ്ങോട്ടേക്ക് നമ്മുടെ സൈൻ ഒന്ന് ട്രാക്ക് ചെയ്തിട്ടാൽ മതി, എത്ര മതി. എന്നിട്ട് നമുക്ക് Ctrl+T അടിച്ച് വേണമെങ്കിൽ ഇതിൻ്റെ സൈസും കാര്യങ്ങളും എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൃത്യം കൊണ്ടുപോയി ഇവിടെ പൊസിഷൻ കൊണ്ടുവയ്ക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നത്. ഇതുപോലത്തെ പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ. ഇതറിയില്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കില്ല. ഓക്കെ, ബൈ.